സർ, ഇറാനിൽ നിന്ന് തുർക്കിയിലേക്ക് ഒരു റെയിൽപാത വരുന്നു. ശരിക്കും പറഞ്ഞാൽ തുർക്കി എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തിൽ അംഗമാണ്. ഈ നാറ്റോ സഖ്യം നിലവിൽ ഇറാനോട് അത്ര അനുകൂലമായ നിലപാടല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശത്രുപക്ഷത്ത് നിർത്തുന്ന രാജ്യമാണ് ഇറാൻ. ആ ഇറാനും തുർക്കിയും തമ്മിലൊരു ബന്ധം വരുന്നു, കരാർ ഒപ്പിടുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ചകൾക്ക് ഇത് വേദിയാവില്ല. വലിയ ശാക്തിക ബലാബലത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണിത്, ആഗോള. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് പോലെ തുർക്കിക്ക് യൂറോപ്പിന് മേൽ വലിയ സ്വാധീനം ഉണ്ടാക്കണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ഇടനാഴി കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെയിൽപാത വരുന്നത്. അതിപ്പോൾ ഇറാനും തുർക്കിയും കൂടി കഴിഞ്ഞ ദിവസം ഈ റെയിൽപാത പണിയാനായിട്ട് ഒപ്പിട്ടു. 3 കരാർ ഒപ്പിട്ടു. 3-4 കൊല്ലം കൊണ്ട് ഈ റെയിൽപാത യാഥാർത്ഥ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാനും തുർക്കിയും കൂടി സംയുക്തമായിട്ടാണ് ഇത് പണിയുന്നത്. ഇത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ഇത് മറന്തിൽ നിന്ന് ചെഷ്മെ സൊറായിലേക്ക് ആണ് ഈ തീവണ്ടി പാത എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് തുർക്കിയിലെ അരാലിക് അതിർത്തി വരെ ആണ് ഇറാനിൽ നിന്ന്. ഇത് 200 കിലോമീറ്റർ ആണ് ഈ റെയിൽപാത. 1.6 ബില്യൺ ഡോളർ ചെലവ് വരുന്നാണ് കണക്കാക്കുന്നത്. 14,325 കോടി രൂപ നമ്മുടെ കറൻസി അനുസരിച്ച്. അപ്പോൾ ഇത് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഒരു തന്ത്രപ്രധാനമായ കച്ചവട ഇടനാഴിയുടെ ഭാഗമാണ് ഈ റെയിൽപാത. ഇത് ടെഹ്റാനിൽ, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഈ അരാഖ്ചിയും തുർക്കി മന്ത്രി ഹക്കാൻ ഫിദാനിയും തമ്മിലാണ് ഈ കരാറ് ഒപ്പുവച്ചിരിക്കുന്നത്. 2 വിദേശകാര്യ മന്ത്രിമാർ. അപ്പോൾ പണ്ട് സിൽക്ക് റോഡ് ഉണ്ടായിരുന്നല്ലോ, കച്ചവട റൂട്ട്. സിൽക്ക് റോഡിൻ്റെ തെക്കൻ മേഖലയെ പരിവർത്തിപ്പിക്കുന്ന ഒരു റെയിൽ ഇടനാഴി ആയിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചൈനയും യൂറോപ്പും തമ്മിലാണ് ആത്യന്തികമായിട്ട് ഈ ഇടനാഴി ഉണ്ടാവുക. ചൈനയെ ഇതുമായി കച്ചവട ബന്ധം ഉണ്ടാവും ഇതിലേക്ക്. അപ്പോൾ ചൈനയും യൂറോപ്പും തമ്മിലുള്ള സിൽക്ക് റോഡ് മുമ്പ് അങ്ങനെയാണല്ലോ. അതെ. അപ്പോൾ പിന്നീട് ഈ മാരിടൈം, അതായത് നാവിക പാതയൊക്കെ വന്നപ്പോൾ സിൽക്ക് റോഡിൻ്റെ പ്രാധാന്യം നശിച്ചു പോവുകയാണ് ചെയ്തത്. മുമ്പ് റോഡ് വഴി തന്നെയാണ് കച്ചവടം നടന്നുകൊണ്ടിരുന്നത് യൂറോപ്പും ചൈനയുമായിട്ട്. ആ കച്ചവട ഇടനാഴി വീണ്ടും പുനരുജ്ജീവിക്കുന്നു റെയിൽ പാത വഴി എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ മാസം ആദ്യം ഇറാൻ ട്രാൻസ്പോർട്ട് മന്ത്രി, സ്ത്രീയാണ് അവർ, ഫർസാനെ സദേഖ്, ഇറാനിലൊരു സ്ത്രീ മന്ത്രിയുണ്ട്, ഫർസാനെ സദേഖ്, അവർ ഈ കാര്യം പറഞ്ഞിരുന്നു. പഴയ സിൽക്ക് റോഡ് എന്താണോ ഉദ്ദേശിച്ചതെന്ന് അതാണ് സംഭവിക്കാൻ പോകുന്നത്. കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അധികം ചെലവ് അതുകൊണ്ട് തന്നെ വരില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. കുറേ റെയിൽവേ സ്റ്റേഷനുകൾ ഇല്ലല്ലോ. അപ്പോൾ പഴയ സിൽക്ക് റോഡ് കിഴക്കൻ ഏഷ്യയെ മിഡിൽ ഈസ്റ്റുമായിട്ടും യൂറോപ്പുമായിട്ടും ബന്ധിപ്പിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഏഷ്യയെ യൂറോപ്പുമായിട്ടും ഇന്നത്തെ ഗൾഫുമായിട്ടും ബന്ധിപ്പിച്ചിരുന്നതാണ് സിൽക്ക് റോഡ്. ഏതാണ്ട് അത് ഈ പഴയ സിൽക്ക് റോഡ് മനസ്സിൽ വെച്ചിട്ടാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഇല്ലേ ചൈനയുടെ, അത് റോഡുകളും റെയിൽപാതകളിലും ഒക്കെയല്ലേ അതിൻ്റെ അകത്തും ഉണ്ടായിരുന്നത്. അവര് സിൽക്ക് റോഡ് ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത് ചൈനയിലെ പാർട്ടിയും. അപ്പൊ കടൽ മാർഗം വന്നപ്പോൾ സിൽക്ക് റോഡ് അവസാനിച്ചതാണ്. അപ്പൊ ആ പദ്ധതി ഉണ്ടല്ലോ അന്നത്തെ യൂറോപ്പുമായിട്ട് ഏഷ്യ ബന്ധപ്പെട്ട് നിന്നത് കച്ചവടം, അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. 2013 ഈ BRI തുടങ്ങുന്നത്, ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. നമ്മൾ അതിൻ്റെ ഭാഗമല്ല, പക്ഷെ POKയിൽ കൂടി അത് പോകുന്നുണ്ട് റോഡ്.
പാക് അധിനിവേശ കശ്മീർ വഴി പോകുന്നുണ്ട്. പിന്നെ മാലദ്വീപ് വരെ മാലദ്വീപ്, ശ്രീലങ്ക, നേപ്പാള് അല്ലേ, അയൽ രാജ്യങ്ങൾ, പാകിസ്ഥാൻ, എല്ലാ രാജ്യങ്ങളും ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാണ്. ചൈനയുടെ ഈ അടിസ്ഥാന സൗകര്യ പദ്ധതിയുടെ ഭാഗമാണ് 2013 തുടങ്ങിയിട്ട്. നമ്മൾ ക്ഷണിച്ചിരുന്നെങ്കിലും നമ്മളതിൻ്റെ ഭാഗമായില്ല. അപ്പോൾ ഈ BRI എന്ന് പറഞ്ഞ ശൃംഖല ഈ സിൽക്ക് റോഡ് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. കടല്, റോഡ്, റെയില് ഇതെല്ലാം കൂടി ചേർന്നതാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയുമായി നല്ല ബന്ധം ഉണ്ടായിട്ടും ഇറാനെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ നിന്ന് ചൈന മാറ്റി നിർത്തിയിരുന്നു. BRI പദ്ധതികളിൽ ഇറാന് പങ്കെടുപ്പിച്ചിരുന്നില്ല. അപ്പോൾ അതിനൊരു ബദൽ കൂടിയാണ് ഈ റെയിൽപാത തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഭാഗമായി തീരും. അപ്പോൾ അരാക്ചി ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കച്ചവടം, തുർക്കിയും ഇറാനും തമ്മിലുള്ള കച്ചവടം, നിക്ഷേപ തടസ്സം, ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, കച്ചവടത്തിന് ഉപരോധം, നിക്ഷേപത്തിന് ഉപരോധം, ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് യൂറോപ്പിന് ഒക്കെ ഇട്ടൊരു പണിയും കൂടി ആണ് കൊടുക്കുന്നത്. അപ്പോൾ തുർക്കി നാറ്റോ അംഗമാണ്. അപ്പോൾ ഇറാനും തുർക്കിയും തമ്മിൽ കച്ചവടം നടത്തിക്കോളും, തുർക്കി യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ടോളും, അങ്ങനെയാണ്. അപ്പോൾ മിഡിൽ കോറിഡോറിലെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആകാൻ തുർക്കി ഉദ്ദേശിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ചൈനയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം നടക്കാൻ പോവുകയാണ്. മധ്യേഷ്യ, കാസ്പിയൻ മേഖല തുർക്കി വഴി. അതാണ് ഇറാൻ തുർക്കി വഴി ചൈനയുമായിട്ടുള്ള കച്ചവടത്തിന് ഒരു പാത കണ്ടെത്തുന്നു. യൂറോപ്പ് റഷ്യൻ വടക്കൻ പാതകൾക്ക് ബദൽ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. യൂറോപ്പിന് റഷ്യയായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ലല്ലോ, ഉപരോധങ്ങളുണ്ട്. വടക്കൻ പാതകൾ, ഇതിനൊക്കെ ബദൽ പാത തേടുമ്പോൾ തുർക്കി യൂറോപ്യൻ വിപണിക്ക് ഒരു ഗേറ്റ് വേ ആകാൻ ഉദ്ദേശിക്കുന്നു. തുർക്കി വഴി ഏഷ്യ യൂറോപ്പുമായിട്ട് കച്ചവടം നടത്തുക. അപ്പോൾ തുർക്കിയുടെ ഒരു വിശാല മറ്റേ ഖിലാഫത്ത് പദ്ധതി ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഇസ്ലാമിക രാജ്യമാണ്, പക്ഷെ ഷിയാകളാണ്, തുർക്കി സുന്നിയാണ്, പക്ഷെ ഒരു വഴി കണ്ടെത്തുകയാണ്. അപ്പോൾ വലിയ ടൂറിസം സാധ്യതകളും ഇതുകൊണ്ട് ഉണ്ടാവും എന്ന് ഇസ്ലാമിക സൈറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇറാൻ നഗരങ്ങളായ താബ്രിസ്, ടെഹ്റാൻ ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് വളരെ പ്രധാനമാണല്ലോ പഴയ കാലം മുതൽ. അപ്പോൾ അതുപോലെ തന്നെ തുർക്കിയിൽ വാൻ, അങ്കാറ ഇതൊക്കെ വിശുദ്ധ നഗരങ്ങളായിട്ടാണ് കരുതുന്നത്. അപ്പോൾ രണ്ട് രാജ്യങ്ങളിലെയും വിശുദ്ധ നഗരങ്ങളിലേക്കൊക്കെ തീർത്ഥാടക ഒഴുക്ക് ഇതുവഴി ഈ തീവണ്ടികൾ വഴി, തുർക്കി ഇറാൻ തീവണ്ടികൾ വഴി ഉണ്ടാകും എന്നും കണക്കാക്കുന്നുണ്ട്. അപ്പോൾ കച്ചവടം മാത്രമല്ല ടൂറിസവും ഇതുകൊണ്ട് പരിപോഷിക്കപ്പെടും എന്നാണ് കരുതുന്നത്. സാർ, അതിനപ്പുറത്തേക്ക് ഈ തുർക്കിക്ക് ചില ലക്ഷ്യങ്ങളില്ല. ഇപ്പോൾ തുർക്കിയിൽ ഖലീഫ എന്ന് പറയുന്ന പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ സങ്കല്പമായിട്ട് എർദോഗൻ നടക്കുകയാണ്. അങ്ങനെയുള്ള എർദോഗൻ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതിലൂടെ വീണ്ടും ഈ മുസ്ലിം രാജ്യങ്ങളിലെ മൊത്തം തലപ്പത്തേക്ക് ഞങ്ങൾ വരാം, ഞങ്ങൾ കുറേ പേരെ സഹായിക്കുന്നു, പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നു, ടൂറിസം കൊണ്ടുവരുന്നു, അങ്ങനെ ഒരു നീക്കം ഇതിൻ്റെ പിന്നിൽ കണ്ടുകൂടെ? അതായത് വിശാലമായ അർത്ഥത്തിൽ സൗദി എന്ന് പറഞ്ഞാൽ വഹാബിസത്തിൻ്റെ വിളഭൂമി ആണ്. സൗദി ചേരി എന്ന് പറഞ്ഞൊരു ചേരിയുണ്ട് ഇസ്ലാമിക ലോകത്ത്. ആ സൗദി ചേരിക്ക് ബദലായിട്ട് വേറൊരു ഇസ്ലാമിക ചേരി, അതാണ് തുർക്കി, പഴയ തുർക്കി സാമ്രാജ്യം പുനരുജ്ജീവിപ്പിക്കുക എന്നതിൽ കൂടി എർദോഗൻ ഉദ്ദേശിക്കുന്നത്. അയാൾ അതിൻ്റെ സുൽത്താനും ഖലീഫയും ആവുക എന്ന് പറഞ്ഞാൽ MBS ഉണ്ടല്ലോ, മുഹമ്മദ് ബിൻ സൽമാൻ സൗദി, അയാൾക്ക് ബദലായിട്ട് വേറൊരാളായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. മുമ്പ് തുർക്കി സാമ്രാജ്യത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു ഇന്ന് നമ്മൾ പറയുന്ന മക്ക എന്ന് പറയും. സൗദി ഉൾപ്പെടുന്ന ഭാഗമൊക്കെ തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ലോകയുദ്ധത്തിന് ശേഷം തുർക്കി സാമ്രാജ്യം വിഭജിക്കുന്നത് വരെ
അന്ന് സൗദി അറേബ്യ എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ ഇല്ല. ഹെററ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമാണ് അന്ന് ഉണ്ടായിരുന്നത്. അതിന് വേറെ ഭരണാധികാരിയും ഒക്കെയാണ്. പിന്നെയാണ് സൗദി അറേബ്യയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പണ്ട് ഇസ്ലാമിക ലോകത്തിന്റെ അധിപതി എന്ന് പറയുന്നത് തുർക്കിയാണല്ലോ. അപ്പോൾ വഹാബിസം എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യ മാറി നിൽക്കുന്നു. ആ ഭാഗത്ത് തന്നെയുള്ള ഖത്തറൊക്കെ ഈ തുർക്കി ചേരിയുടെ ഭാഗം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ തുർക്കി വേറൊരു ഇസ്ലാമിക ചേരി ഉണ്ടാക്കുമ്പോൾ ഇറാൻ എന്ന് സൗദിക്കെതിരാണ്, ഷിയാകൾ എന്നുള്ളതായിരിക്കും. ഇറാൻ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇസ്ലാമിക ലോകത്തെ ചേരിതിരിവില് സൗദിയെ വെല്ലുവിളിച്ച് ചേരി ഉണ്ടാക്കുന്നു. ഇപ്പൊ നമുക്കറിയാമല്ലോ, അസർബൈജാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇല്ലേ, ഇവിടെ ഈ അറ്റത്ത് മാലദ്വീപ് വരെ തുർക്കി ചേരിയിൽ നിലകൊള്ളുന്ന രാജ്യങ്ങളാണ് ഇല്ലേ. പിന്നെ മലേഷ്യ, ഇന്തോനേഷ്യ, ഇങ്ങനെ ഈ തുർക്കിയുടെ ഡ്രോൺ മേടിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ പട്ടിക നോക്കിയാൽ മതി. അപ്പോൾ ഈ തുർക്കി ചേരി ഇസ്ലാമിക ലോകത്ത് എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, പ്രതിരോധ ഇടപാടുകൾ, ആയുധ ഇടപാടുകൾ ഒക്കെ വഴി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ചേരി ഇപ്പൊ സൗദിയും ഒക്കെ ആയിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണല്ലോ. പക്ഷെ അതൊരു ഇന്ത്യ വിരുദ്ധ ചേരിയുമായിട്ടും നിലകൊള്ളുന്നുണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തുർക്കി എപ്പോഴും ഇന്ത്യക്കെതിരായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനൊരു ചേരി രൂപപ്പെടുമ്പോൾ അത് ഇന്ത്യ വിരുദ്ധ ചേരിയുമായിട്ടും മാറുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൂടി ഇതിൻ്റെ അകത്ത് കാണാം. കാരണം ചൈനയും ഇതിൻ്റെ ഭാഗമായി തീരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിശാല പദ്ധതി ഇന്ത്യയും കൂടി ശ്രദ്ധിക്കേണ്ടത് രൂപപ്പെടുന്നു. ഈ റെയിൽപാത അങ്ങനെ വരുന്നതാണ്, രൂപപ്പെട്ടു വരുന്നത് അല്ലേ. അതെ, ആ റെയിൽപാതയുടെ ഭാഗമല്ലല്ലോ നമ്മൾ. ആ കച്ചവടത്തിൽ നമ്മളില്ല. ഇത് വേറൊരു കോറിഡോർ കച്ചവട, ഒരു ഇസ്ലാമിക കച്ചവട ഇടനാഴി സൗദി ചേരിയെ ഒക്കെ വെല്ലുവിളിച്ച്. കാരണം നമ്മൾ വേറൊരു കോറിഡോർ മിഡിൽ ഈസ്റ്റ് വഴി ഇന്ത്യ, ബോംബെയിൽ നിന്ന് തുടങ്ങുന്ന വേറൊരു കോറിഡോർ നമ്മുടെ പദ്ധതി വേറൊരെണ്ണം കിടപ്പുണ്ടല്ലോ യൂറോപ്പിലേക്ക് പോകാൻ. അതിൻ്റെ ഇന്ത്യയൊക്കെ ഭാഗമായ ഒരു ഇടനാഴി ഗൾഫ്, യൂറോപ്പ് വരെ എത്തുന്ന മിഡിൽ ഈസ്റ്റ് കോറിഡോർ ഉണ്ട്. അതിൻ്റെ ഒരു ബദൽ പദ്ധതിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.